ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാടിലെ 17-ാമത്തെ അധ്യായത്തിലെ ആദ്യ വചനങ്ങളാണ് നമ്മൾ പഠന വിചിന്തന വിഷയമാക്കിയത്. ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു പ്രതീകം, ഒരു വേശ്യയുടെ ഒരു പ്രതീകം നമ്മൾ കണ്ടു. ആ വേശ്യയുടെ പ്രതീകം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്തു. അന്നുണ്ടായിരുന്ന ആ വ്യവസ്ഥിതി, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ആ സംവിധാനങ്ങൾ, അതൊക്കെയാണ് ഏറ്റവും വലുത് എന്നായിരുന്നു അക്കാലങ്ങളിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ മാസ്മരികതയിൽ പെട്ടുപോയവരായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും. അപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥകളുമായിട്ട് ഇഴുകിച്ചേരുന്നതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്ന പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യഭിചാരം എന്ന പ്രതീകത്തിലൂടെ അവർ പിൻചെല്ലുന്ന ആ കാഴ്ചപ്പാടുകൾ, വ്യവസ്ഥിതികൾ, അതൊക്കെ തിന്മയുടെ സംവിധാനങ്ങളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നും മാറാനായിട്ട് ആണ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുക. അപ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട്, വലിയ അന്നത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നന്മകൾ നൽകുന്ന ഒരു സംവിധാനമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ അവരെ മഹത്വപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. അപ്പോൾ അവരൊക്കെ വലിയ ആരാധനാഭാവത്തോടെ കണ്ടിരുന്ന ആ വ്യവസ്ഥിതി അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മനോഭാവത്തിന് വിരുദ്ധമാണ്, ഘടകവിരുദ്ധമാണ് എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിലെ 17-ാമത്തെ അധ്യായം അത് അന്നത്തെ വ്യവസ്ഥിതിയെ ബാബിലോൺ എന്ന പ്രതീകത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ആരാധന സമൂഹത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അന്ന് ജനതകൾ ഒക്കെ അതിന് കീഴിൽ കഴിഞ്ഞിരുന്നവർ ആ വ്യവസ്ഥയുമായിട്ട് ഇഴുകിച്ചേർന്നത് പോലെ തന്നെ സഭാവിശ്വാസികളും ആ സംവിധാനത്തിൽ മയങ്ങിപ്പോകുന്നത് കണ്ട് ഗ്രന്ഥകാരൻ അവരെയൊക്കെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ടാണ് ഈ ഭാഗത്തൂടെ, ഈ അധ്യായത്തിലൂടെ ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക്, 3-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുന്നു. 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു, ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചെമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. നാടകീയമായിട്ടുള്ള വിവരണം വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഈ സംവിധാനത്തെ, ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ വ്യവസ്ഥിതിയൊക്കെ വീണ്ടും വ്യത്യസ്ത പ്രതീകങ്ങളിലൂടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ ആത്മാവിനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ പലയിടത്തുമൊക്കെ കാണുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ ലഭിക്കുന്ന ആ ഉദ്ധതൻ്റെ ഉൾക്കാഴ്ച, അത് ആത്മാവിലാണ് ലഭിക്കുന്നത്. ഞാൻ ആത്മാവിലായിരുന്നപ്പോൾ കർത്തൃദിനത്തിൽ, നമ്മൾ ആ വചനഭാഗം വളരെ ദീർഘമായിട്ട് പരിചിന്തനം ചെയ്തതാണ്. അപ്പോൾ അവിടെ ആത്മാവിലായിരുന്നപ്പോൾ എന്നത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ ഇറങ്ങി വന്ന് തോന്നിപ്പിച്ചതുപോലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ 2-3 അധ്യായങ്ങളിൽ ആത്മാവ് സഭകളോട് സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, കേൾക്കാൻ ചെവികളും കേൾക്കട്ടെ എന്നുള്ള ആ ഒരു ഈരടി അത് തുടർച്ചയായിട്ട് നമ്മൾ 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള കത്തുകളിൽ കണ്ടതാണ്. അതുപോലെ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ വീണ്ടും മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആത്മാവ് യോഹന്നാന് ദൈവസിംഹാസനത്തിൻ്റെയും
അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെയും ഒക്കെ ചിത്രം വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ 17-ാമത്തെ അധ്യായത്തിൽ ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ ഇവിടെ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ, പിന്നെ തുടർന്ന് അതുപോലെ തന്നെ 21-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിലും ആ പുതിയ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആത്മാവിൽ ആയിരുന്നപ്പോഴെന്ന് പറയുമ്പോൾ അത് നാടകീയ അവതരണമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മൾ അത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിട്ടല്ല എടുക്കേണ്ടത്. ഒരു യഥാർത്ഥ ഒരു ഭൗമിക തലത്തിലുള്ള ഒരു സ്ഥാന ചലനമല്ല, അതൊരു ഭാവനയിലുള്ള അവതരണമായിട്ട് നമ്മൾ കാണണം. നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ മരുഭൂമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, മരുഭൂമി അവിടെ ഒരു ഭാവാത്മകമായ അർത്ഥത്തിൽ, പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ മരുഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരു പ്രദേശമായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിൽ സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവം സംരക്ഷണം നൽകുന്ന ഒരു സ്ഥലം എന്ന അർത്ഥത്തിലല്ല നാം ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സാധ്യത, ദൈവജനത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ആ തിന്മയുടെ ആ ഒരു ലോകം, പുറപ്പാട് യാത്രയിൽ ദൈവജനം മരുഭൂമിയിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ അവിടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടൊപ്പം തന്നെ അവർ ചൂഴ്ന്നു നിൽക്കുന്ന തിന്മയുടെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ആ ഒരു ലോകത്തെ സൂചിപ്പിക്കുന്നതാകാം. അതുമല്ലെങ്കിൽ വേറെ ചിലർ പറയും, ഇത് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ബാബിലോൺ പിന്നീട് മരുഭൂമി പോലെ ആയിത്തീരും, പൂർണ്ണമായിട്ടും നശിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടായിരിക്കാം ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മറ്റു ചിലരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു സാധാരണ തലത്തിൽ നിന്ന് ഒരു അസാധാരണ തലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കുറേ കൂടി ഏകാഗ്രതയോടെ, ധ്യാനാത്മകതയോടെ നാം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്ന ആ പദങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് എന്ന് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മരുഭൂമിയിലേക്ക് ഈ ഗ്രന്ഥകാരൻ നയിക്കപ്പെടുന്നു. ഇനി ഇവിടെ കാണുന്ന രണ്ട് പ്രതീകങ്ങൾ, സ്ത്രീയുടെയും മൃഗത്തിൻ്റെയും പ്രതീകങ്ങൾ. അപ്പോൾ ഇവിടെ സ്ത്രീ 3-ാമത്തെ വാക്യം, ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും 7 തലയും 10 കൊമ്പും കടും ചുവപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അപ്പോൾ സ്ത്രീയുടെ ആ പ്രതീകം നമ്മളത് നേരത്തെ കണ്ടതാണ്. ആ സ്ത്രീ വെളിപാട് ഗ്രന്ഥത്തിൽ 2 വിധത്തിലാണ് അവതരിപ്പിക്കപ്പെടുക. ഒന്ന് നന്മയുടെ രൂപമായിട്ടും, രണ്ടാമത്തേത് തിന്മയുടെ രൂപമായിട്ടും. 12-ാമത്തെ അധ്യായത്തിൽ ദൈവജനത്തെ സൂചിപ്പിക്കുന്ന അതാണ് ആ സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് നമ്മൾ കണ്ടു. ഇനി ഇവിടെ വരുമ്പോൾ തിന്മയുടെ കൂടെ നിൽക്കുന്നവരെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മാത്രമല്ല ഇത് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ആ വ്യവസ്ഥിതി, ആ റോമൻ സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ സ്ത്രീ എന്ന് പറയുന്ന പ്രതീകം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ ഇരിക്കുന്നത് ഒരു മൃഗത്തിൻ്റെ മേലാണ്. പിന്നെ മൃഗത്തിൻ്റെ ആ വിശേഷണങ്ങളാണ് നാം ഒക്കെ കാണുക. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം, ആ ഒരു ഭരണ സംവിധാനം, അപ്പോൾ അതിനൊക്കെ പിന്നിലുള്ള ആ ശക്തി, അതാണ് ഈ മൃഗത്തിൻ്റെ പ്രതീകത്തിലൂടെ ഒക്കെ അവതരിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ ഈ മൃഗത്തെ നമ്മൾ കാണുന്നുണ്ട്. അത് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗമായിട്ട് അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൃഗം ലോകത്തിൻ്റെ മേൽ അധീശത്വം പുലർത്താനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഇത് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആ സർപ്പത്തിൻ്റെ ആ നിറമുള്ളതാണ്. അപ്പോൾ തുടർന്ന് പറയുന്ന വിശേഷണങ്ങൾ അത് 12-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ സർപ്പത്തിന് കൊടുത്തിരിക്കുന്ന ആ വിശേഷണമൊക്കെയാണ്. അതായത് ഈ സാമ്രാജ്യത്തിൻ്റെ പിന്നിലുള്ളത് പൈശാചിക ശക്തി എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സാമ്രാജ്യത്തെയൊക്കെ വളരെ
നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഇതിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാസ്മരികതയിൽ പെട്ടുകിടക്കുന്ന ആ ജനത്തെ, ഉറങ്ങിക്കിടക്കുന്ന ജനത്തെ ഒന്ന് ഉണർത്തി ഇതിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ടാണ് പരിശ്രമിക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദൈവദൂഷണപരമായിട്ടുള്ള നാമങ്ങൾ, ദൈവദൂഷണപരമായിട്ടുള്ള നാമങ്ങൾ. അപ്പോൾ ദൈവദൂഷണപരമായിട്ട് അത് മിക്കവാറും അത് സൂചിപ്പിക്കുന്നത് റോമൻ ചക്രവർത്തിമാർ സ്വയം വിശേഷിപ്പിച്ചിരുന്ന ആ ദൈവത്തിൻ്റെ പേരുകൾ, നാഥനും കർത്താവും എന്നൊക്കെ ചക്രവർത്തിമാർ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. ഡൊമീഷ്യൻ ചക്രവർത്തിയൊക്കെ അങ്ങനെ സ്വയം വിശേഷിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ദൈവദൂഷണപരമായ നാമം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. അപ്പോൾ അവർ സ്വയം തങ്ങളിൽ ചാർത്തിയിരുന്ന ആ ദൈവത്വം. ഇനി ഈ നാമങ്ങൾ നിറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ഈ അന്നുണ്ടായിരുന്ന രാജ ആരാധനയുടെ പാരമ്യമാണ് കാണിക്കുക. അപ്പോൾ അന്ന് നമ്മൾ 2-3 അധ്യായങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു, അവിടെ സൂചിപ്പിക്കപ്പെടുന്ന 7 സഭകളിലും അക്കാലത്ത് ചക്രവർത്തിയുടെ പേരിൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതായത് ചക്രവർത്തി ആരാധന ആ പ്രദേശങ്ങളിലെല്ലാം വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ ദൈവദൂഷണപരമായിട്ട് നാമങ്ങൾ, അതായത് ഈ വ്യാജ ആരാധന, ചക്രവർത്തി ആരാധന ഒക്കെ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇനി ദൈവദൂഷണപരമായിട്ട് നാമം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ ദൈവത്തിന് എതിർ നിൽക്കുകയാണ് എന്നുകൂടെ അർത്ഥമാക്കുന്നുണ്ട്. ഇനി തുടർന്ന് പറയുന്നത് ഇതിന് 7 തലയും 10 കൊമ്പുമുണ്ട്. 7 തലയും 10 കൊമ്പും വളരെ വികൃതമായിട്ടുള്ള ഒരു ഐതിഹാസിക രൂപം, മൃഗത്തിൻ്റെ രൂപം. ഇപ്പം എന്താണ് ഈ 7 തലയും 10 കൊമ്പും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അപ്പോൾ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാ തിന്മയുടെ ശക്തിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന സംവിധാനത്തിന് പിന്നിലുള്ള ആ ഒരു സംവിധാനത്തെ, ആ ശക്തി, രാഷ്ട്രീയ ശക്തിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകമാണ്. അപ്പോൾ അവിടെ 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 4 സാമ്രാജ്യങ്ങൾ, അപ്പോൾ 4 സാമ്രാജ്യങ്ങൾ അന്ന് കരുതപ്പെട്ടിരുന്ന ആ തിന്മയുടെ സാമ്രാജ്യങ്ങൾ, ബാബിലോൺ, മേദിയ, കൽദായ തുടങ്ങിയ രാജ്യങ്ങൾ. അപ്പോൾ ആ തിന്മയുടെ സാമ്രാജ്യങ്ങളുടെ ഭാവങ്ങൾ ഈ ചിത്രത്തിൽ ഗ്രന്ഥകാരൻ ചാർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവദൂഷണപരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഇവിടെ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവ നടത്തുന്ന ആ സഭാപീഡനങ്ങൾ ദൈവജനത്തിന് എതിര് നിൽക്കുന്നതും. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ദൈവജനത്തിന് എതിര് നിൽക്കുന്നതാണ്. ഇവിടെ ചിത്രകാരൻ്റെ ഭാവനയിൽ ഉള്ളതാണത്. 7 തലയും പിന്നെ 10 കൊമ്പുകളും ഉള്ള മൃഗത്തിന് മുകളിലിരിക്കുന്ന ആ സ്ത്രീ. വളരെ വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കുവാനായിട്ട് ചിത്രകാരന്മാർ പല ചിത്രങ്ങളുമൊക്കെ അവിടെ വരയ്ക്കുന്നു. അപ്പോൾ അതിലെ ഒരു വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ആ പ്രതീകം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അപ്പോൾ മുമ്പ് സാത്താൻ 7 തലയുള്ള ചുവന്ന വ്യാളിയായിട്ട്, സർപ്പമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ 7 തലയെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശക്തി ഉള്ളതായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ അത് അവകാശപ്പെടുന്നത് അതിന് പൂർണ്ണമായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് തന്നെയായിരിക്കണം. ഇനി ഇതെന്താ ചെയ്യുന്നത്? ഈ സർപ്പം എന്താ ചെയ്യുന്നത്? ഇത് തന്നെപ്പോലെ തന്നെയുള്ള ഒരു മൃഗത്തിന് രൂപം കൊടുക്കുന്നു. അതാണ് കടലിൽ നിന്ന് കയറി വരുന്ന ആ മൃഗം. ഇപ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന ആ മൃഗത്തിനും ഈ രൂപം തന്നെ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മൃഗം അല്ലെങ്കിൽ അത് അർത്ഥമാക്കുന്ന ആ സംവിധാനങ്ങൾക്ക് പിന്നിലുള്ളതെല്ലാം ഈ പൈശാചിക ശക്തി തന്നെയാണ്. ഇനി ഈ മൃഗത്തിന് പിന്നീട് നമ്മൾ 13-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത് മുറിവേൽപ്പിക്കപ്പെടുന്നതും പിന്നെ ജീവിക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് കുഞ്ഞാടിൻ്റെ ഒരു മറുരൂപമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്.
5-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വെളിപാടിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ക്രിസ്തു ദർശനമാണത്. കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. അപ്പോൾ അതിൻ്റെ ഒരു മറുരൂപമായിട്ട് മാരകമായിട്ടുള്ള മുറിവേറ്റു, എന്നിട്ടും അത് ജീവിക്കുന്നു. അപ്പോൾ അതും അവകാശപ്പെടുന്നത് എന്താണ്? തങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്, അതിനെ രക്ഷിക്കുന്നത് എന്നായിരിക്കണം അത് അർത്ഥമാക്കുക. ഇനി ഈ മൃഗത്തിന് ഇന്നത്തെ അന്നത്തെ ആ സാമ്രാജ്യ സംവിധാനങ്ങളുടെ ഒക്കെ ഭാവങ്ങൾ കാണുവാനായിട്ടൊക്കെ സാധിക്കും. ഇനി ഇതിനെ അന്നുണ്ടായിരുന്ന പല റോമൻ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ അത് അത്രയും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. ചിലരൊക്കെ അത് അന്നുണ്ടായിരുന്ന ഓരോ രാജാക്കന്മാരുടെയും പേരുമൊക്കെ നൽകുവാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ കടന്നു ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. അത് അന്നുണ്ടായിരുന്ന ആ തിന്മയുടെ വ്യവസ്ഥിതിയെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ 7 തലയും 10 കൊമ്പും, അപ്പോൾ അത് അന്നുണ്ടായിരുന്ന ആ വ്യവസ്ഥിതി, തിന്മയുടെ വ്യവസ്ഥിതി, ആ കൊമ്പ്, അത് തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. ഇനി ആ സ്ത്രീയെക്കുറിച്ച് തുടർന്ന് പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, ആ സ്ത്രീ ധൂമ്രവും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീയെ വീണ്ടും ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് റോമിൻ്റെ അധാർമിക സമ്പത്തും പിന്നെ അതുപോലെ തന്നെ വിഗ്രഹാരാധനയുടെ ആ സംസ്കാരമൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ആഡംബര വസ്ത്രങ്ങൾ, അപ്പോൾ ഈ വസ്ത്രങ്ങൾ നമുക്കറിയാം അന്നുണ്ടായിരുന്ന രാജാക്കന്മാർ, പ്രഭുക്കന്മാരൊക്കെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വസ്ത്രങ്ങൾ അത് തന്നെയാണ് അക്കാലങ്ങളിൽ വിഗ്രഹങ്ങൾക്കുമൊക്കെ ചാർത്തിയിരുന്നത്. അപ്പോൾ ആ ആഡംബര വസ്ത്രം തന്നെയാണ് ഇവിടെ ഈ വേശ്യയ്ക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് വിഗ്രഹാരാധനയ്ക്കും സാത്താൻ്റെ വഴികൾക്കും സ്വയം അവൾ വിട്ടുകൊടുക്കുന്നതായിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ധൂമ്ര വസ്ത്രം, കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം, അതൊക്കെ അന്നത്തെ പ്രഭുക്കന്മാരൊക്കെ ധരിക്കുവാനായിട്ട്, പ്രഭു കുടുംബങ്ങളിലൊക്കെ ഉപയോഗിക്കുവാനായിട്ടൊക്കെ അവർ വളരെ ആഗ്രഹിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ 18-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ അവിടെ ആ വ്യാപാര ചരക്കുകളുടെ കൂട്ടത്തിൽ ഈ പേരുകളൊക്കെ വീണ്ടും വീണ്ടും കടന്നു വരുന്നുണ്ട്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്വർണം എന്ന പദം, അത് ഇവിടെ 3 പ്രാവശ്യം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണവും പിന്നെ അതുപോലെ തന്നെ പൊൻ ചഷകം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൽ സ്വർണം എന്നതിൻ്റെ ആ ഒരു റൂട്ട് വേർഡ്, ക്രിസ് എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ധാരാളിത്വം, അപ്പോൾ ഇവളുടെയൊക്കെ രൂപം അത് നമ്മുടെയൊക്കെ കണ്ണഞ്ചിക്കുന്ന ഒരു വസ്ത്രമാണ്. അപ്പോൾ ഈ കണ്ണഞ്ചിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന ഇവളെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവളുടെ ഈ ആർഭാടത്തിൽ, ഇവളുടെ ധാരാളിത്വത്തിൽ നിങ്ങൾ കണ്ണ് മഞ്ഞളിച്ച് പോവുകയാണോ? അതോ കുഞ്ഞാടിൻ്റെ ആ മണവാട്ടിയുടെ ആ ലളിതമായിട്ടുള്ള ശുഭ്രവസ്ത്രമാണോ നിങ്ങൾ കാക്ഷിക്കുക? 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ ശുഭ്രവസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കാണും. അപ്പോൾ ഇവിടെ വേശ്യ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം, ഇനി മറുവശത്ത് കുഞ്ഞാടിൻ്റെ ആ വധു ധരിച്ചിരിക്കുന്ന ആ ശുഭ്ര വസ്ത്രം, അതിനെ നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞാടിനെ സിയോൻ മലമേൽ നിൽക്കുന്ന 144,000 പേര് 14-ാമത്തെ അധ്യായത്തിലും. അപ്പോൾ അവിടെ അവർ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രവും അത് വെളുത്ത വസ്ത്രം തന്നെയാണ്. അപ്പോൾ ആ വെളുത്ത വസ്ത്രത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ വെളുത്ത വസ്ത്രം? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചതാണ്. അപ്പോൾ ഈ വസ്ത്രം അവർ സഹനത്തിലൂടെ യേശുവിൻ്റെ കുരിശുമരണത്തിൽ പങ്കുചേരുന്നതിലൂടെ അവർ സ്വായത്തമാക്കിയിരിക്കുന്ന ആ വസ്ത്രം തന്നെയാണ്. അപ്പോൾ ഇവർ ധരിക്കേണ്ട ആ വസ്ത്രം ഏതെന്ന് കാണിച്ചുകൊണ്ട്
ഈ സ്ത്രീയുടെ ആ വസ്ത്രം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നീട് വേശ്യയെ അവതരിപ്പിക്കുന്നത് വേശ്യാവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. പറയുന്നു, വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേശ്യയുടെ ചിത്രം അത് വളരെ ഭീഭത്സമായിട്ട് തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ പദം അശുദ്ധി നിറഞ്ഞ ആ ചഷകം. അപ്പോൾ അശുദ്ധി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് പദം ഡെല്യൂക്മ എന്ന് പറയുന്ന ആ പദം, അത് ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ അന്ത്യോക്കസ് സ്ഥാപിച്ച ആ പ്രതിമയുടെ സിയൂസ് ആ പ്രതിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പേര് തന്നെയാണ്. അപ്പോൾ അത് അശുദ്ധിയെ അല്ലെങ്കിൽ വ്യാജ ആരാധനയെ സൂചിപ്പിക്കുന്ന പദമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ബാബിലോണിനെ അസന്മാർഗികതയുടെ വീഞ്ഞ് നിറച്ച പാനപാത്രമായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം ജെറമിയ 51:7 വാക്യത്തിൽ, ജെറമിയ 51:7 ഇപ്രകാരം പറയുന്നു, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ ഈ ഒരു പ്രതീകം യോഹന്നാൻ മിക്കവാറും ഈ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൊൻചഷകം, അശുദ്ധി നിറഞ്ഞ പൊൻചഷകം പിടിച്ചിരിക്കുന്ന ആ വേശ്യ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ളത് റോമൻ ചക്രവർത്തി തന്നെയാണ്. റോമൻ ചക്രവർത്തിയുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? അത് യുദ്ധം ചെയ്യാനായിട്ടുള്ള വാളാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് ഇവിടെ അശുദ്ധി നിറഞ്ഞ ഒരു പൊൻചഷകം, ദുർവൃത്തിയുടെ വീഞ്ഞു നിറച്ച പൊൻചഷകം എന്ന് പറയുക. അപ്പോൾ അന്നത്തെ ആ ചക്രവർത്തിയെയും ആ സംവിധാനങ്ങളെയും എല്ലാം വളരെ നിഷേധാത്മകമായിട്ടുള്ള വിധത്തിൽ അവതരിപ്പിക്കുകയാണ് ഗ്രന്ഥകാരൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വേശ്യ, തിന്മയുടെ പ്രതീകമായിട്ടുള്ള ഈ വേശ്യ, ആ വേശ്യ മുന്നോട്ട് വയ്ക്കുന്ന ആ വ്യവസ്ഥിതികൾ അത് നിങ്ങൾ സ്വീകരിക്കണോ എന്നാണ് ഇവിടെ ആരാധന സമൂഹത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ വേശ്യയുടെ പ്രതീകത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രതീകങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അവിടെ ഉള്ളതെല്ലാം ആ ഒരു തിന്മയുടെ ഒരു ചിത്രം തന്നെയാണ്. ഇനി അവളെക്കുറിച്ച് വീണ്ടും തുടർന്ന് പറയുന്നു. 5-ാമത്തെ വാക്യത്തിൽ തുടർന്ന് പറയുന്നു, അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നാമം, ഒരു രഹസ്യം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നാമം, ഒരു രഹസ്യം, മഹാബാബിലോൺ. അപ്പം ഇത് വീണ്ടും ആ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ്. അപ്പോൾ നെറ്റിത്തടത്തിൽ ഒരു നാമം. അപ്പോൾ നെറ്റിത്തടത്തിൽ ഇപ്പോൾ നമ്മൾ വീണ്ടും വെളിപാടിലെ മറ്റ് അധ്യായങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. ഇപ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ മൃഗത്തിൻ്റെ ഒരു അടയാളത്തെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. മൃഗത്തിൻ്റെ അടയാളം പതിപ്പിക്കപ്പെട്ടവർ. അപ്പോൾ ആ മൃഗത്തിൻ്റെ അടയാളം പതിപ്പിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ആ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് 7-ാമത്തെ അധ്യായത്തിൽ 3, അതുപോലെ തന്നെ 9, 4 നമ്മൾ കാണുന്നുണ്ട് ദൈവജനത്തിൻ്റെ നെറ്റിയിലുള്ള മുദ്ര. അപ്പോൾ ദൈവജനത്തിൻ്റെ നെറ്റിയിലുള്ള മുദ്ര അത് സംരക്ഷണ മുദ്രയാണ്, അത് രക്ഷയുടെ മുദ്രയാണ്. എന്നാൽ ഇവിടെയുള്ളത് മൃഗത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ ഈ ഒരു അടയാളം, അവളുടെ നെറ്റിത്തടത്തിലുള്ള ഒരടയാളം, അത് തീർച്ചയായിട്ടും അത് ഒരു തിന്മയുടെ ശക്തിയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു അവതരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് പറയപ്പെടുക, അക്കാലങ്ങളിൽ അടിമകളുടെ നെറ്റിയിൽ ശിക്ഷയായിട്ട് അവരുടെ കുറ്റങ്ങളൊക്കെ അത് പതിപ്പിച്ചിരുന്നു, അത് രചിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുമല്ലെങ്കിൽ റോമിൽ വേശ്യകളുടെ നെറ്റിയിൽ
അവരുടെ പേരെഴുതിയ ഒരു ആഭരണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ പശ്ചാത്തലമായിട്ടൊക്കെ ഉള്ളത്. എന്തെങ്കിലും ആട്ടെ, ഇപ്പോൾ ഇവിടെ ആ ബാബിലോണിനെ അവതരിപ്പിക്കുമ്പോൾ, ഈ വേശ്യ അവതരിപ്പിക്കുമ്പോൾ അവളുടെ നെറ്റിയിലുള്ള ആ ഒരു നാമം, അത് തീർച്ചയായിട്ടും അത് ദൈവിക മുദ്രയ്ക്ക് വിപരീതമാണ്. അപ്പോൾ അതൊരു രഹസ്യമാണ് എന്ന് പറയുന്നു. അത് രഹസ്യമാണ് എന്ന് പറയുമ്പോൾ അത് പ്രതീകാത്മകമാണ്. ഈ പേരെല്ലാം പ്രതീകാത്മകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാബിലോൺ എന്ന് പറയുന്ന പേര് അത് പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളത് വളരെ അവധാനപൂർവ്വം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുകയുള്ളൂ എന്നും കൂടി ഇത് അർത്ഥമാക്കുന്നുണ്ട്. ഇനി ആ പേരെന്താണ്? അത് ബാബിലോൺ. ബാബിലോണിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു. 6-7 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ആ വലിയൊരു സാമ്രാജ്യം, വലിയൊരു ശക്തി, അതാണ് ബാബിലോൺ. ഇസ്രായേൽ പാരമ്പര്യത്തിൽ ബാബിലോൺ മനുഷ്യൻ്റെ അഹന്തയുടെ ഒരു രൂപമായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനം അവകാശപ്പെടുന്ന ഒരു രാജ്യവും മറ്റുള്ളവരൊക്കെ അടിച്ചമർത്തുന്ന ഒരു സാമ്രാജ്യവും ആയിരുന്നു. ഇസ്രായേലിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായതും ഈ ബാബിലോൺ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു ബാബിലോണിൻ്റെ പ്രതീകം എടുത്തുകൊണ്ട്, പഴയ നിയമത്തിലെ ആ തിന്മയുടെ പ്രതീകമായിട്ടുള്ള ബാബിലോൺ എടുത്തുകൊണ്ട് പറയുന്നു അവളുടെ പേര് ബാബിലോൺ എന്നാണ്. ഇനി ഇതിൻ്റെ മറ്റ് അർത്ഥധ്വനികൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.